അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പുഴുങ്ങല റൊട്ടി എന്ന ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ചേരുവകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ കപ്പിന് 1 കപ്പ് പൊടി കേട്ടോ. തലശ്ശേരിക്കാരൊക്കെ ഉണ്ടാക്കുന്ന റൊട്ടിയാണിത്. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരിപ്പൊടിയും ചോറ്, നമുക്ക് വീട്ടിൽ ചോറ് ബാക്കിയുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി സ്നാക്സ് ആട്ടോ ഇത്. മൂന്ന് പീസ് ചിക്കൻ, അരിപ്പൊടി, ചോറ്, പിന്നെ ഒരു മുറി തേങ്ങയും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വലിയ ജീരകം, മല്ലിച്ചപ്പ്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ചിക്കൻ നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും തേച്ച് പൊരിച്ചെടുക്കണം. 3 വലിയുള്ളി, 4 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഈ വലിയുള്ളി എത്ര വേണമെന്നില്ല, 1 2 എണ്ണം മതി. ഞാൻ കൂടുതൽ തൊലിച്ചെടുത്തതാണ്. വേണ്ടവർക്ക് വേണ്ടത്ര ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പൊരിച്ച് ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കണം. വലിയ ഉള്ളി ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. എനിക്ക് കുറച്ച് വലിയ ഉള്ളിയും കൂടി കൂടുതൽ വേണ്ടതിന് ഞാൻ എടുക്കുകയാണ്. കുറച്ച് വലിയ ഉള്ളി വേണ്ടവർക്ക് കുറച്ച് വലിയ ഉള്ളി എടുക്കാവുന്നതാണ്. നമ്മളെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഇതിൽ ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതും ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉള്ളിയും തക്കാളി എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് വെച്ച് പൊരിച്ചെടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിച്ചിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ബീഫാണെങ്കിലും പറ്റും. അതേപോലെ മീനാണെങ്കിലും പറ്റും. മീനാണെങ്കിൽ മുള്ളൊക്കെ കളഞ്ഞിട്ട് വെറും അതിൻ്റെ കയമ്പ് മാത്രമേ പറ്റുള്ളൂ. ഇത് നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റിയായൊരു സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമ്മൾ ഉപ്പൊക്കെ രുചിച്ച് നോക്കണം. ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട ചേരുവകളാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് എരിവ് അത്യാവശ്യം ഇതിൽ തന്നെ ഉണ്ട്. പച്ചമുളകും നമ്മൾ ചിക്കൻ പൊരിച്ചപ്പോഴൊക്കെ എരിവ് മുളക് ഇട്ടത് കൊണ്ട് അപ്പോൾ ഞാൻ പതുക്കെ ചെറിയൊരു ടീസ്പൂണ്, നല്ല എരിവായി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കഴിയില്ല. അപ്പോൾ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണാണ്. പിന്നെ നമ്മൾ മഞ്ഞൾ 1/2 ടീസ്പൂൺ കേട്ടോ. 1/2 ടീസ്പൂണിൽ ഇട്ട് കൊടുക്കുന്നത് കാരണം ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം, വളരെ കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. കുരുമുളക് ഇതെല്ലാം നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ, വലിയ ജീരകം, ചോറ്, ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് ഈ അരച്ചെടുത്തത് ഞാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടി എടുത്ത് വെച്ച ഈ പൊടിയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കണം. നല്ലപോലെ കുഴക്കണം കേട്ടോ. അപ്പോഴുള്ളൂ അത് നല്ലപോലെ റെഡിയായി കിട്ടുക. ഞാൻ ഇത് കുറച്ച് വേറൊരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇതിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചതക്കുമ്പോഴേ നമുക്ക് തീരെ മിക്സിയിൽ അടിയുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, വളരെ കുറച്ച് വെള്ളം നമ്മൾ ഈ ചതക്കുന്നതിലാണിത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറേശ്ശെ ഈ പൊടി ഇട്ട് കുഴക്കാൻ പോവുകയാണ്. നല്ല പോലെ കുഴച്ചെടുക്കണം. നമ്മൾ ആദ്യം ഞാൻ കുറച്ച് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് അതിന് ശേഷം ബാക്കി ഇടാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വളരെ കുറച്ച് അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
നമ്മൾ ഇതിലേക്ക് ഒഴിച്ചുകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ കുഴക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചോറ് 1 കപ്പ് ലേറെ വേണമെങ്കിൽ എടുക്കുക. ഒരു 1.5 കപ്പൊക്കെ എടുക്കുക. 1.5 കപ്പോ 2 കപ്പൊക്കെ എടുക്കുക. ചോറ് നല്ലവണ്ണം കൂട്ടണം. പൊടിയുടെ അതേ അളവ് വേണമെന്നില്ല, പൊടിയുടെ പകുതിയെങ്കിലും എന്തായാലും ചോറെടുക്കണം. നല്ലപോലെ അരയും വേണം. ഞാനിത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു. നമ്മൾ അടയൊക്കെ പരത്തണ അതേ ലൂസ് വേണം കേട്ടോ. ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് മൂടി വെക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റേലും മൂടി വെക്കുകയാണ്. നമ്മൾ ഈ നൂൽപുട്ടിൻ്റെ ഈ പാത്രത ഇതിലാണ് പരത്തുന്നത് കേട്ടോ. ഇത് നമ്മൾ ആവിയിൽ വേവിക്കാനാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിന് പറ്റിയൊരു പാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണിത് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഒട്ടി പിടിക്കാതെക്കാനാണ്. എല്ലാ ഭാഗവും ഒട്ടി പിടിച്ചാൽ പിന്നെ നമുക്കത് പിന്നെ വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ചീറ്റി കൊടുക്കുന്നത്. നമ്മൾ ഈ മാവ് എടുത്തിട്ട് കട്ടില്ലാതെ പരത്തി കൊടുക്കണം കേട്ടോ. കട്ടി വളരെ കുറച്ച് പരത്തി കൊടുക്കണം. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കൈയൊന്ന് നമ്മൾ കൈ മാവാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ആക്കി കൊടുക്കുക. എണ്ണ നമ്മളിത് പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കാണ് ആ മസാല കൂട്ടി നിറക്കണം കേട്ടോ. ഇങ്ങനെ പരത്തിയിട്ടുണ്ട് കട്ടില്ലാതെ. എല്ലാ ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല ഉഗ്രൻ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് അത് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇതിൽ ഇറച്ചി വേണമെങ്കിൽ അത് ചേർത്താൽ, മീൻ വേണമെങ്കിൽ അത് ചേർത്താൽ, ചിക്കൻ വേണമെങ്കിൽ അത് ചേർത്താൽ ഓരോരുത്തരെ താല്പര്യപ്രകാരം ചേർത്താവുന്നതാണ്. ചിലർക്ക് മീൻ പറ്റൂല, ചിലർക്ക് ഇറച്ചി പറ്റൂല, ചിലർക്ക് ചിക്കൻ പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തരെയും താല്പര്യം എങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. നല്ലപോലെ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഇതേപോലെ ഒരു ബോളും കൂടി എടുത്തിട്ട് നമ്മളൊരു വാഴയിലയിലോ ഇങ്ങനെ ചാലില്ലാത്ത വാഴയില എടുത്തുകൊണ്ട്, എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ നല്ല ഒരു ഭാഗം തന്നെ കിട്ടുന്ന വാഴയില എടുത്തുകൊണ്ട്, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് ചെയ്യാണ്. അതേപോലെ നമ്മൾ എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എണ്ണയിൽ കൈവച്ച് കണ്ടൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് പരത്തി അതേ അളവിൽ തന്നെ നമ്മളൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാനാണ്. ഇതിലേക്ക് ഇങ്ങനെ കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതിലിങ്ങനെ കമഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ആവിയിൽ വേവിക്കണം കേട്ടോ. എന്നിട്ട് വേവാകുമ്പോഴാണ് നമ്മൾ ഇത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ വാഴയില ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഇതിൽ ഈ ചാലിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ കുറച്ച് പൊടി വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഞാൻ 2 അപ്പം ചുടണമെന്നു, ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പം ഞാൻ അടുത്ത ഒരു അപ്പം കൂടി ചുടാൻ പോവുകയാണ്. അതിനിങ്ങനെ ഇതേപോലെ പരത്തിയിട്ട് നമ്മൾ ഇതേ ചെയ്തതുപോലെ തന്നെ മസാലയൊക്കെ ഇട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല പോലെ അരയണം കേട്ടോ. ചോറ് എത്ര കൂട്ടിയാലും അത് കുഴപ്പമില്ല, നല്ലപോലെ അരയണം നമുക്ക്.
ഈ വാഴയില ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാല് നമുക്ക് ഉണ്ടായപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ഇനി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് വെക്കാൻ കഴിയില്ല. ഒന്ന് വെച്ചിട്ടുണ്ട് അടിയിൽ, രണ്ടാമത്തെ പറ്റുമെങ്കിൽ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് തട്ടും, മേലെ അതിൻ്റെ മാവ് തട്ടും. അപ്പോൾ അത് ശരിക്കും പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്ന് വെച്ചിട്ട് ഓരോന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തേക്കാണ്. ഇത് രണ്ടെണ്ണം നമുക്ക് ഒരുമിച്ച് വെക്കാൻ കഴിയില്ല, ഒന്നൊന്നിൽ തട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വേവായതിന് ശേഷം നമുക്ക് അടുത്തത് വേവിക്കട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് നമുക്ക് നല്ല പോലെ വെട്ടി തിളക്കണം, നൂൽപുട്ടൊക്കെ വേവിക്കുന്നത് പോലെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇത് വേറെ പാത്രങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കണത്. ജസ്റ്റ് ഇങ്ങനെ മൂടി വെക്കുക, അല്ലാതെ നമ്മൾ വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മൂടിയൊക്കെ എടുക്കാൻ പോവുകയാണേ, വേണ്ടോ, അത് നല്ലപോലെ വേവായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊട്ടാലൊന്നും ഒട്ടിപ്പിടിച്ചില്ല. അപ്പോൾ അത് വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാം കേട്ടോ. നമ്മളെ പുഴുങ്ങല റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കണ്ടോ, 4 കീറായി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഈ വക്ക് ഉണ്ടല്ലോ, ഈ വക്ക് ഭാഗം ഇതൊക്കെ വേണമെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കണത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ജസ്റ്റ് ശരിക്കും ശ്രദ്ധിച്ചെടുക്കണം. കാരണം ഇത് എണ്ണയൊന്നും ആക്കാതെ പൊരിച്ചെടുക്കാത്ത റൊട്ടിയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ അടർത്തിയെടുത്താൽ ഇത് ശരിക്കും പോരും. അപ്പോൾ നല്ല പോലെ വേവിക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റൊട്ടിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, നമ്മളൊരു പീസാക്കി ഇത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ പീസാക്കി എടുത്താൽ അത് ഒന്നിച്ചെടുക്കരുത്, പീസാക്കി നമ്മൾ എടുക്കണം. എന്നാൽ നല്ല ടേസ്റ്റിയായ ഒരു പുഴുങ്ങല റൊട്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് നല്ലപോലെ ചൂടാറി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റേണ്ടത് കേട്ടോ. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചൂടെല്ലാം ആറിയതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് ഒരു കത്തിയോ ഒരു സ്പൂണോ ഒക്കെ കൊണ്ട് ശരിക്ക് കട്ട് ചെയ്തങ്ങാണ്ട് ഇത് അങ്ങനെ ഓരോ പീസ് ഓരോരുത്തർക്ക് കഴിക്കാവുന്നതാണ്. എണ്ണ ഒട്ടും തന്നെ ഇല്ല. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയായ പുഴുങ്ങല റൊട്ടി നമുക്ക് കഴിക്കാം. നമ്മളെ വഴറ്റിയ മസാലയിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചുങ്ങാണ്ടും അതും വഴറ്റിയെടുത്തുങ്ങാണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എണ്ണയൊന്നും ഇല്ലാത്ത ചിക്കൻ നമുക്ക് പൊരിക്കാതെ കുക്കർ വേവിച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അടിപൊളി സ്നാക്സ് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമുക്കെല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.